പറയുന്നത് തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പാരാസൈക്കോളജിയിൽ ഇതൊക്കെ പ്രേതഭൂതങ്ങളും മറ്റുള്ള സ്റ്റഡീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പല ആളുകളും മരിച്ച് പുനർജന്മം കൊടുത്ത കഥകളൊക്കെ പലരും അറിയാം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ഇത് കാണിക്കുന്നില്ല, പരലോക നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കിയോ, ഖൊർഷാദ് നബി എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയത് വളരെ ഫേമസ് ബുക്കാണ്. അപ്പൊ അതിലൊക്കെ പറയുന്ന പല കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സീക്രട്ട് മാതിരി ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്ന പല ഗ്രന്ഥങ്ങളും. അങ്ങനെയാണെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യില്ലെന്നേ. ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഈ കുന്തമില്ല, ആഭിചാരമില്ല, ഒരു മന്ത്രോ കുന്തരോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല സംഭവങ്ങളും വർക്കിംഗ് അല്ല, എന്തൊരു മനഃശാസ്ത്രം പോലും വർക്കിംഗ് അല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതൊക്കെ വിശ്വസിക്കണവര് വിശ്വസിക്കട്ടെ, വിശ്വസിക്കാത്തവര് വിശ്വസിക്കണ്ട. നിങ്ങള് ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കണ്ട. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഞാൻ പറയണമെന്ന് എല്ലാവരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിൽ നിന്നൊക്കെ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ശരിയാണ് തോന്നണം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ലാത്തൊക്കെ വിട്ടുകളയുക. ഇങ്ങനെയൊക്കെയുള്ള കുറെയൊക്കെ മിസ്റ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും, കുറെയൊക്കെ ഇല്ലോജിക്കായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഇതിൻ്റെതായ ഒരു ലോജിക്ക് ഉണ്ട്. ആ ലോജിക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. ഈ ലോജിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ സാമാന്യ ലോജിക്കല്ല, അത് പ്രത്യേക ലോജിക്കാണ്. ഈ പ്രത്യേക ലോജിക്ക് എല്ലാ മതങ്ങളിലും ഉണ്ട്. അല്ലെങ്കിൽ മതങ്ങളില്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഒരു വിർജിൻ, അതായത് ഒരു കന്യക പ്രസവിക്കുവോ? നടക്കുന്ന കേസല്ലല്ലോ. എത്രയോ ആളുകൾ വിചാരിക്കുന്നു, എന്റെ പൊന്നു, എത്രയോ ആളുകൾ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മണ്ടത്തരമാണെന്ന് പറഞ്ഞാൽ ചില മതങ്ങളുടെ കാല് വരെ ഇളകി പോകുന്ന അവസ്ഥ വരും. പക്ഷെ ഏത് മതം എടുത്താലും ഇങ്ങനെയൊക്കെയുള്ള പല കോൺസെപ്റ്റുകൾ ഉണ്ടാവും. അത് കോസ്മിക് കോൺസെപ്റ്റുകളായിട്ട് കണക്കാക്കേണ്ടി വരും. അത് ഇന്ന യുഗത്തിൽ നടന്ന കേസും ഈ 2000 നടന്ന കേസും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ അങ്ങനെ വരുമ്പോ പല കോൺസെപ്റ്റുകളും ലോജിക്കിന് അപ്പുറമായിരിക്കാം. ഇതിനൊക്കെ കുറച്ചും കൂടി നമ്മളുടെ ഈ വിശ്വാസം, ഈ ഹൈന്ദവ വിശ്വാസം എന്ന് ഞാൻ പറയുമ്പോൾ സനാതന ധർമ്മത്തിലുള്ള വിശ്വാസത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈക്കോ കോസ്മിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. സൈക്കോ കോസ്മിക് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിന്റെ ബേസിൽ വരുന്ന പല സൈക്കോ കോസ്മിക് ആയിട്ടുള്ള എനർജി വൈസ് ആയിട്ടുള്ള റേഡിയേഷൻ വൈസ് ആയിട്ടുള്ള നമുക്ക് കാണാത്ത കിരണങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഈ റേക്കി, പ്രാണിക് ഹീലിംഗ്, അക്യുപഞ്ചർ, അക്യുപ്രഷർ ഇങ്ങനെയൊക്കെ പറയുന്ന ചികിത്സകളിലും ഈ സീക്രട്ട് പോലുള്ളതിലും മൈൻഡ് പവർ ഉണ്ടാക്കുന്ന രീതികളും അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഇതിലുണ്ട്. അതൊക്കെ നമ്മുടെ ഇതിലുണ്ട്. അതുകൊണ്ട് ഒരു ജ്യോതിഷന്മാർക്കും മാന്ത്രികന്മാർക്കും താന്ത്രികന്മാർക്കും ഒക്കെ ഇത് വളരെ ക്ലിയർ ആയിട്ട് അറിയാനും പറ്റുമായിരിക്കും, മര്യാദവണ്ണം പഠിച്ചിട്ടുള്ള ഇതാണെങ്കിൽ. അല്ലാണ്ട് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മനസ്സിലാവൂല. ഇത് ഏകദേശം ഒരുവിധം നല്ലവണ്ണം ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ വിശ്വസിക്കാതെ പലരും ജ്യോതിഷം നോക്കുന്ന ആൾക്കാരും കുറവായിരിക്കും. ഞാന് പറഞ്ഞില്ലേ, ഞാൻ നോക്കുന്നത് എൻ്റെ ഒരു രീതിക്കാണ്. പലരും പലരുടെ രീതിക്ക് നോക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെയും ഇതൊക്കെ കൂടുതലായാലും പ്രശ്നമാണ്, അതും പ്രശ്നമല്ല എന്ന് പറയുന്നില്ല. അയ്യോ വന്നതൊക്കെ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന പല മടിയന്മാരും, ഇതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തന്നെ ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവര് സ്വന്തം കാര്യം പോലും ചെയ്യൂല മര്യാദയ്ക്ക്. സ്വന്തം ചെയ്യാനുള്ള അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളതിനെ കുറ്റം പറയുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും സൈക്കോളജിയിൽ. അങ്ങനെയുള്ള കുറെ ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടും നമ്മൾക്ക് സക്സസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവണമെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാർ വിശ്വസിച്ച് പോകും. അപ്പൊ ചിലപ്പോൾ തകിടും അവിടെ നിന്നൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ വിശ്വസിച്ച് പോയേക്കും. അപ്പൊ അങ്ങനെ ഉണ്ടായേക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് വിരോധമില്ലാതെയും ഈ സാധനം കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. തകിടുകൾ വിരോധം ഉണ്ടാവുകയോ അവന് പണി വെക്കാനാണല്ലോ കേട്ടോ. അപ്പൊ മനസ്സ് ഏതായാലും ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ മനസ്സ് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള എനർജി നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണല്ലോ ലോ ഓഫ് അട്രാക്ഷനും അഫർമേഷനും വിഷ്വലൈസേഷനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും റേക്കി, പ്രാണിക് ഹീലിംഗും യാവലും പില്ലിയൊക്കെ പറയണം. അപ്പൊ അത് വർക്ക് ചെയ്തേക്കും എന്നുള്ളതാണ് ഒരു ചിന്ത. ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയും കാഷ്വൽ ആയിട്ട് നിർത്താണ്ട് പടാന്ന് പറഞ്ഞു പോയത്. ഇതിൽ ചിലപ്പോൾ പറഞ്ഞതിലൊക്കെ വാക്കുകൾ കൊണ്ടുള്ള ഇടയിലോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട്. ഞാൻ പ്രശ്നം വെക്കുമ്പോൾ ഇത് വരുന്നുണ്ട്. അപ്പൊ പ്രശ്നം വെക്കുന്ന ജ്യോത്സ്യന്മാരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കും. അത് അവർക്ക് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സർപ്പം കൊത്തും, സർപ്പത്തെ കൊന്നു, അല്ലെങ്കിൽ സർപ്പക്കാട്ടിൽ മണ്ണ് വാരിയിട്ട് മൂത്രം ഒഴിച്ചു അവിടെ പോയി തീണ്ടാരിയായി, ഇതിന് പ്രശ്നം മാത്രമല്ല.
സർപ്പ രീതിയിലുള്ള എനർജി, അതായത് നെഗറ്റീവ് റേഡിയേഷൻ അടിച്ചിട്ടുണ്ടെന്ന് വരെ ചിന്തിക്കുന്നവരാണ് ജ്യോത്സ്യന്മാര്. ഇത് എന്നെ ഞാൻ 96, 97, 98 പഠിക്കുമ്പോൾ വരെ ഈ ഐഡിയാസ് പറഞ്ഞു തന്നിട്ടുള്ള ഗുരുക്കന്മാരായിരിക്കുമ്പോൾ അവർ എത്രയോ ഇന്റലിജന്റ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. എന്റെ പല ഗുരുക്കന്മാരും സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അന്ന് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ജ്യോതിഷം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ അത്രയും ചിന്തിച്ചിട്ടാണ് ഇത് അവർ ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നെ മാന്ത്രിക വിദ്യ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുള്ള പല ആൾക്കാരും, ഒരാളുടെ കേസ് തന്നെ പറയുന്നില്ല, എഞ്ചിനീയർമാരും ആ ലെവലിലൊക്കെ ഉള്ള ആൾക്കാരാണ്. വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാതെ ആരെയും കാണാതെയും ഒരു ദിവസം തന്നെ 2-3 മണിക്കൂറും സാധന ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്ന, പുറത്തിറങ്ങാത്ത ആൾക്കാർ വരെയുണ്ട്. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും. അത് ഫിസിക്സിൽ അത്രയും പഠിച്ചിട്ടുള്ള ആൾക്കാർ. എന്ത് പറയാനാ. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ജ്യോതിഷപ്രകാരം 8ാം ഭാവത്തില് ചില ഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടെങ്കിൽ, അതായത് 8ാം ഭാവം അറിഞ്ഞിരിക്കുന്ന സ്ഥാനം എന്ന് പറയും, ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കൂല. അത് ഈ ജാതകം 8ാം ഭാവത്തില് ചില ഗ്രഹങ്ങളുടെ അമയിപ്പുണ്ടെങ്കിലോ 12ാം ഭാവത്തിൽ ചില ഗ്രഹങ്ങളുടെ അമയിപ്പുണ്ടെങ്കിലോ ഈ കാര്യം വിശ്വസിക്കൂല. ചിലപ്പോൾ അവര് ഇത് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ അവര് ജ്യോതിഷമൊക്കെ നോക്കുന്നുണ്ടാവും, പക്ഷെ ഈ കാര്യത്തിൽ വിശ്വസിക്കൂല എന്നുള്ളതാണ്. അപ്പൊ 8ാം ഭാവം വളരെ ഇമ്പോർട്ടന്റ് ആണ് ജാതക പ്രകാരം. അതേപോലെ ഈ കാര്യങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നവര് ലഗ്നത്തിന് 1, 5, 9, 7 ഭാവങ്ങളിൽ രാഹുകേതു നിൽക്കുന്നവരായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് ലഗ്നത്തിൽ നിന്നിട്ട് 1, അതായത് ലഗ്നം 5, 9, 7 ഭാവങ്ങളിൽ രാഹുകേതുക്കൾ നിൽക്കുന്നവരായിരിക്കും. ഈ കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിച്ച് ദേവാദി ആരാധന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നവര് വ്യാഴം 1, 5, 9 കേന്ദ്രസ്ഥാനങ്ങളിലോ നിൽക്കുന്നവരായിരിക്കാം. അപ്പൊ എല്ലാ ഭാവവും ആയെന്ന് വിചാരിക്കണ്ട. 2നും കേന്ദ്രസ്ഥാനങ്ങളിൽ നിന്നാല് ഒരു തരത്തിലുള്ള ആരാധന, വ്യാഴം 5, 9, 7 നിന്ന് കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ചിന്ത, ഇതൊക്കെ വരാം. അതൊക്കെ ജാതക പ്രകാരമുള്ള ചില ഫാക്ടേഴ്സും കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു തന്നുള്ളൂ. പറഞ്ഞ ഓരോ പോയിന്റ്സും നിങ്ങൾ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം തള്ളിക്കളയുക. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയെന്ന് മാത്രം.